ഷാർജയിൽ നിന്ന് ഇത് മൂന്നാമത്തെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 മരണം, ഒന്ന് കൺഫ്യൂഷൻ വേണ്ട. ആദ്യത്തെ മരണത്തിൽ അമ്മയും മകളുമുണ്ട്. ഇപ്പോഴും മകളെ തനിച്ചാക്കി അമ്മ മാത്രം. അതുല്യ, 30 വയസ്സുള്ള അതുല്യ. കാണാൻ നല്ല സുന്ദരി കുട്ടികൾ. ഈ മരിച്ച 2 പേരും കാണാൻ നല്ല ഭംഗി, എഡ്യൂക്കേറ്റഡ് ആണ്, വെൽ സെറ്റിൽഡ് ഫാമിലിയാണ്. വീട്ടിലേക്ക് വന്നാൽ പൂർണ്ണമായും സപ്പോർട്ടുള്ള ഫാമിലിയുമാണ്. എന്നിട്ടും ചെയ്ത പണിയാണ് നിങ്ങൾ കണ്ടത്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പ്രശ്നമുണ്ട്. വിവാഹമോചിത എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഒരു ട്രബിൾ ഉള്ള പെണ്ണിന് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ആണ് ഈ പെൺകുട്ടികളെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്യിക്കുന്നത്. സ്വന്തമായിട്ട് സ്വന്തം ശരീരത്തിൽ തന്നെ കത്തിവെക്കുക അല്ലെങ്കിൽ കയറിട്ട് മുറുക്കുക എന്ന് പറയുന്നതിന് നല്ല ധൈര്യം വേണം. അത്രയും ധൈര്യമൊന്നും വേണ്ട ജീവിക്കാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു വശം. ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് എന്തുകൊണ്ട് ഈ പ്രോബ്ലം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിവാഹ ബന്ധത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ 1-2 ഒരു എക്സ്പ്ലനേഷൻ തരാം. മിക്കവാറും ആൾക്കാർ ഈ കൺഫ്യൂഷൻ കൊണ്ട് മാറി നിൽക്കുന്ന ഒരു രീതിയുണ്ട്. അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ധൈര്യസമേതം പുറത്തേക്ക് വരിക മാത്രമല്ല, സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക. അതായത് നമ്മളൊരു സർക്കുലറിൽ നിന്നുകൊണ്ട് ഇതിനെ ഫേസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഡൗൺ ആവും. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചുറ്റുമുള്ളവരിൽ വളരെ റെയറായ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മൾ സ്വസ്ഥമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തന്നെ നമ്മളുടെ സ്വസ്ഥത, സുഖം, അത്യാവശ്യം ഫിനാൻഷ്യൽ സെറ്റിൽഡ് ആണെന്നുള്ള ഒരു ഇൻഫോർമേഷൻ ഒക്കെ അലസോരപ്പെടുത്തുന്നവരാണ്. ബാക്കിയുള്ളവർക്ക് അത് ടെൻഷനാണ്. നമുക്കിങ്ങനെ ഇത്രയൊക്കെ സംഗതിയുണ്ട്, സൗകര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, സ്വസ്ഥമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അറിയപ്പെടുന്നത് തന്നെ അവർക്കൊരു തരം ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അത്തരം ഇതേപോലെ ഉള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് മാറി സഞ്ചരിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി പിള്ളേർ ചെയ്യേണ്ടത്. ഈ വിഷയത്തിൽ ഇവരുടെ അമ്മ പറയുന്നൊരു ഡയലോഗുണ്ട്, അതൊന്ന് കേൾക്കാം. ഈ മരിച്ചുപോയ കുട്ടിയുടെ അമ്മയും അച്ഛനും കൂടെ ഇരുന്നു കൊണ്ട് ആധികാരികമായി തള്ളുന്നുണ്ട്, അതൊന്ന് കേൾക്കാം. അതുല്യയുടെ അച്ഛനും അമ്മയും ടെലിഫോണിലുണ്ട്, തത്സമയം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ വലിയ വേദന രണ്ടുപേർക്കും ഉണ്ടെന്ന് അറിയാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക? അതുല്യ വലിയ രീതിയിലുള്ള മനോവിഷം ഉണ്ടായിരുന്നു, ക്രൂരമായ പീഡനം കഴിഞ്ഞ കുറെ നാളുകളായി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. മകള് ഒരുപാട് കോംപ്രമൈസ് ചെയ്ത് കുഞ്ഞിന് വേണ്ടി, അവളുടെ മകൾക്ക് വേണ്ടി, 10 വയസ്സുള്ള ഒരു മകളുണ്ട്. ഓവർ മദ്യപാനം ആവുന്ന സമയത്ത് ഒരുപാട് അക്രമത്തിനും വളരെ മൃഗീയമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ട് പോലും എൻ്റെ മകൾ ഇതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുകയായിരുന്നു. ധാരാളം ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ വർഷങ്ങളായിട്ട് നിരന്തരം ഉണ്ടായിട്ട് അവൾ ഇതുവരെയും സഹിച്ച് നിൽക്കുമായിരുന്നു. എന്തിനു വേണ്ടി? ഒരു പെൺകുട്ടിയുണ്ട്, 10 വയസ്സുള്ള ഒരു മോളുണ്ട്. ആ കുഞ്ഞിന് വേണ്ടി അവൾ എത്രയോ ക്ഷമിച്ചു സഹിച്ചു എന്ന് എനിക്കറിയാം. ഞാൻ വിദേശത്ത് ജോലി ചെയ്തതെന്നാലും എല്ലാം ലൈവായിട്ട് ഞാൻ ടെലിഫോണിൽ കണ്ടിട്ടിരുന്നതുകൊണ്ട് എല്ലാ പീഡനങ്ങളും. ഇപ്പോൾ ഇത്രയും വയസ്സായി, കുഞ്ഞിന് 10 വയസ്സായിട്ട് പോലും അവനെ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. മദ്യപാനമാണ് ഇതിന്റെ മെയിൻ കാരണം. മദ്യപാനം തന്നെ. മദ്യപാനമല്ലടോ, താനാണ് കാരണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ആരാണ് കൊലപാതകി എന്ന്? ഈ പെൺകുട്ടിയുടെ കൊലപാതകി എന്ന് പറയുന്നത് ഈ തന്തയാണ്. ഈ തന്ത കാരണമാണ് ആ പെൺകുട്ടി ആ ഒരു കൃത്യം ചെയ്തത്. ഇതിനകത്ത് ആരും അപലപിക്കാൻ പോകണ്ട. സ്വന്തം മകളെ അതിക്രൂരമായ പീഡനത്തിന് വിട്ടുകൊടുക്കുകയും അവൻ കൊല്ലുന്നിടം വരെ വെയിറ്റ് ചെയ്യുകയും ചെയ്ത ഈ തക്കാളി മോറനാണ് യഥാർത്ഥ കാരണക്കാരൻ. എൻ്റെ അഭിപ്രായം അതാണ്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായമോ? ഇയാളൊന്നും ഒരു കരുണയെ അർഹിക്കുന്നില്ല. മകളെ അവൻ ഒന്ന് കൈ ഓങ്ങിയാൽ വീട്ടിൽ വിളിച്ചോണ്ട് വന്നേക്കണം, കൂടെ നിർത്തണം. മകളല്ലേ അവിടെ നിന്നോട്ടെ എന്ന് വെക്കണം. മരണം വരെയും നമ്മളുടെ മകൾ നമ്മൾ ജീവിച്ചിരിക്കും മറ്റൊരാളുടെ അടിമയാവുകയോ അടി വാങ്ങിക്കുകയോ ചെയ്യുന്നത് അനുവദിച്ചു കൊടുക്കരുത്. അതിനെയാണ് അച്ഛനെന്ന് പറയുന്നത്, അതിനെയാണ് സംരക്ഷണം എന്ന് പറയുന്നത്. അല്ലാതെ എൻ്റെ മകൾ സഹിച്ചു, അവളുടെ മകൾക്ക് വേണ്ടി. അതെന്താടാ, നിന്റെ മോക്ക് സംരക്ഷണം വേണ്ടേ? നിന്റെ മകൾക്ക് വേണ്ടിയിട്ടൊരു സഹനമൊന്നും നിനക്ക് വേണ്ടേ? നിന്റെ മകളെ തല്ലാനാണോ നീ അവനെ ഏൽപ്പിച്ചത്? അവനെന്താ അധികാരിയാ അടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്? ഈ അമ്മയും അച്ഛനാണ് യഥാർത്ഥ കുറ്റവാളികൾ. നിങ്ങൾ ഇതിനൊരു തിരിച്ച് മറുപടി, അതായത് ഒരു പെൺകുട്ടി മരണപ്പെടുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരെ പിടിച്ച് അകത്തിടുന്ന സിസ്റ്റം മാറി പെൺകുട്ടി മരണപ്പെടുമ്പോൾ ഇതുപോലെ വന്ന് വായ്ത്താളം അടിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരെ വേണം ആദ്യം പിടിച്ച് അകത്തിടാൻ. ഇവന്മാരെ ഒരാളെ ഇനി ഇതുപോലുള്ള ഒരു മേർഡർ നടക്കുമ്പോൾ ആ പെണ്ണിൻ്റെ കുടുംബക്കാരെ പിടിച്ച് അകത്തിടാമോ? സിമ്പിളാണ്, ഇത് തീരും, ഇത്തോടെ അവസാനിക്കും. സ്ത്രീധനം നിർത്തലാക്കിയിട്ട് കാര്യമില്ല, സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സിസ്റ്റം മാറ്റിയിട്ട് കാര്യമില്ല, സമത്വം വേണമെന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, മൗലികാവകാശ ലംഘനമാണെന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഒരു കരച്ചിലും പ്രാക്ടിക്കലല്ല. ഒറ്റ കാര്യമേ പ്രാക്ടിക്കലായിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള മേർഡർ നടക്കുമ്പോൾ അതിന് കാരണക്കാരായ ഈ അച്ഛനെ അമ്മയാണ് പിടിച്ചകത്തിട്ടുണ്ട്. കാരണക്കാരാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയും. കാര്യം കൂടെ പറഞ്ഞു തരാം. നമ്മളുടെ ഒരു വ്യവസ്ഥയിൽ ഈ പറയുന്ന സാമൂഹിക വ്യവസ്ഥയിൽ
അച്ഛനും അമ്മയുടെയും അഭിമാനം ഇരിക്കുന്ന മകളുടെ ആ ജീവിത രീതിയിലാണ്. അതെന്ത് വാഴയ്ക്കാണ്? മകൻ കാണിച്ച കുഴപ്പമില്ല. ഇനി ഇവൻ്റെ അച്ഛൻ്റെ കാര്യം അമ്മയുടെ കാര്യം എടുക്കാം. കഞ്ചാവും അടിച്ച് കിളിച്ചിലും കൊണ്ട് നടക്കുന്ന ഈ അലവലാതിക്ക് ഈ പാവപ്പെട്ട പെൺകൊച്ചിനെ കെട്ടിച്ചു കൊടുത്തത് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. പലരും ചെയ്യുന്നത് അതാണ്. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാണ് മക്കൾക്ക് കല്യാണം അടിക്കുന്നത്. നല്ലൊരു വീട്, അത്യാവശ്യം നല്ലൊരു ജോലി, പിന്നെ കാണാൻ ചുമകനാണെങ്കിൽ പിന്നെ എൻ്റെ മോളെ ഇപ്പം അങ്ങ് സെറ്റിലാക്കുമെന്ന് പറയും. ഭയങ്കര കുടുംബത്തും കയറി കിട്ടുന്നവരുണ്ട്. ഒരു വർഷം ഇവരെ തമ്മിൽ കമ്മ്യൂണിക്കേഷന് വിടുക. ആ ഒരൊറ്റ വർഷം കൊണ്ട് ആ നാറിയുടെ സർവത്ര സ്വഭാവം അവർക്ക് പിടികിട്ടാനുള്ള വഴി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. 1 ഇയർ എൻഗേജ് അതിനാണ്. ആ എൻഗേജ് കഴിഞ്ഞേ വിവാഹം കഴിച്ചു കൊടുക്കുക. ഏകദേശം പിടികിട്ടും. മൈന്യൂട്ടായിട്ടൊരു മിസ്റ്റേക്ക് കണ്ടാൽ പോലും കിക്ക് ഔട്ട് ചെയ്യുക. അതാണ് നല്ലത്. ഇതൊക്കെയാണ് പണ്ടത്തെ കാലഘട്ടത്തിൽ അവനവൻ്റെ അമ്മാച്ചൻ്റെ മക്കളെ കിട്ടുന്നത്. അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. അന്യെടുത്തത് കൊണ്ടുവരുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. ഇപ്പം അത് കുറേ ജീനിൻ്റെയൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരുന്നതിൻ്റെ ഇതുകൊണ്ടാണ് ഇപ്പം പുറത്തേക്കൊക്കെ കൊടുക്കുന്നത്. പക്ഷേ ഞാൻ പറയാമല്ലോ, നമുക്കറിയാത്ത എത്ര ഫിനാൻഷ്യലി സൗണ്ട് ആണെന്ന് പറയുന്ന ഫാമിലി ആണെങ്കിലും വെൽ സെറ്റിൽഡ് ആണെന്ന് പറയുന്ന ഫാമിലി ആണെങ്കിലും ഇതുപോലുള്ള ചെറിയ മിസ്റ്റേക്കുകൾ അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ പോലും വിട്ടേക്കുക എന്നുള്ളതാണ്. നിർബന്ധമായും പറ്റില്ല എന്നങ്ങ് പറഞ്ഞേക്കുക. നമ്മുടെ കുഞ്ഞ് ഇങ്ങനെ കൊടൂരമായി കൊല ചെയ്യപ്പെടണമോ വേണ്ടെന്ന് ചിന്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കില്ലേ? ആ പെൺകുട്ടി എത്രത്തോളം വേദന അനുഭവിച്ചു കാണും. എന്തോരം ശരീരത്തൊക്കെ പാടുകളാണ്. സൈക്കോയുടെ ഒരു സൈക്കോത്തരം കാണണ്ടേ? കണ്ടു നോക്കൂ. വീഡിയോയില്ലേ? അത് വീഡിയോയിലൂടെ അത് വീഡിയോ എന്തുവാടി വേണ്ടാത്തൊരു ജന്മം കൊണ്ടുകൂടാ. എന്തുവാടി എല്ലാവരും ഇടിച്ച് നശിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മറ്റ് പരുക്കുകളൊക്കെയാണ്. എന്തോന്നല്ലേ ഈ നാട്ടിൽ നടക്കുന്നത്? ഇനി അമ്മച്ചി പറയണേ കൂടെ കേൾക്കാം. അമ്മച്ചി പറയണേ കൂടെ കേട്ടാലേ ഒരു രസം ഉണ്ടാവുള്ളൂ. അതും കൂടെ കേൾക്കാം. ഇല്ലാത്തപ്പോൾ അവന് യാതൊരു കുഴപ്പമില്ല. മദ്യം ഓവറായിട്ട് കഴിക്കുമ്പോൾ മാത്രമാണ് ഇത്രയും വയലന്റ് ആവുകയും മദ്യത്തിനാ കുഴപ്പം. അല്ലെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ലാത്തതിനാണ്. അതുല്യ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ വിളിച്ചത് വീട്ടിലേക്ക്? മോളെ എപ്പോഴും വിളിക്കാറുണ്ട്. കുഞ്ഞിനെ ഇപ്പം ഞാൻ വിദേശത്തായിരുന്നു. ഞാനിപ്പോൾ നാട്ടിൽ എത്തിയതിനു ശേഷം അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. എനിക്കിപ്പം ജോലി ഇല്ലാതായ സമയത്ത് അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. സതീഷ് ശങ്കർ എന്ന് പറയുന്ന നല്ല ശമ്പളവും നല്ല ജോലിയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഈ മദ്യപാനമാണ് അവന് ഇത്രയും വലിയ ഒരു വയലന്റ് ആക്കാനും അക്രമസക്തനാവാനുള്ള കാരണം മദ്യപാനം തന്നെയാണ്. അല്ലാത്ത സമയത്ത് അവന് യാതൊരു കുഴപ്പമില്ല. ഇന്നലെ വിളിച്ചിരുന്നു അതുല്യ? ഇന്നലെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു? എപ്പോഴും മോള് സമയം കിട്ടുമ്പോൾ വിളിക്കാറുണ്ട്. അവള് ഒറ്റ ചോദ്യം, ഡെയിലി മോളെ വിളിക്കാറുണ്ട്. സഹോദരി എവിടെയുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഒക്കെ ഉണ്ട്. ഈ കള്ള് കുടിച്ച് നടക്കുന്ന ഇവനെ പോലെ മകൾ ചെയ്ത് അവൻ ക്ഷമിക്കുമോ? ഇപ്പോൾ അവന് മദ്യപാനം ഒരു ശീലമാണ്, മദ്യം കഴിക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഇത് സ്ത്രീ കഴിച്ചാൽ വിട്ടുകൊടുക്കുമോ? സ്ത്രീ ജോലിക്ക് പോകുന്നുണ്ട്. ജോലിക്ക് പോകുന്ന ഒരുപാട് പെൺകുട്ടികൾ നമുക്കറിയാം. അവരൊക്കെ വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ ഇത്തിരി മദ്യമൊക്കെ സേവിച്ചിട്ട് വന്നിട്ട് കാലും കയറ്റി വെച്ചിരുന്നിട്ട് ഇവന്മാർ കാണിക്കുന്ന അതേ പട്ടിഷോ പെൺകുട്ടികൾ കാണിച്ചാൽ പെണ്ണിനുള്ള മറുപടി എന്താണ്? പെണ്ണിനെ പറയപ്പെടുന്നത് എന്താണ്? എന്തുകൊണ്ടാണത് തിരിച്ചറിയാത്ത പെൺകുട്ടികളും പെൺകുട്ടികളുടെ മാതാപിതാക്കളും എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? അമ്പോറ്റി കുഞ്ഞുങ്ങളാണ് കയറി മരിച്ചു കളയുന്നത്. നിങ്ങളുടെ ഒരു വിവാഹം നഷ്ടപ്പെട്ടു എന്ന് വെച്ച് 1 or 2 നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഒരു പിണ്ണാക്കുമില്ല പിള്ളേരെ. കളഞ്ഞിട്ട് ഇറക്കി വന്നേക്കണം. നല്ല ഡെറ്റോൾ ഒഴിച്ചങ്ങ് കുളിക്കണം, അത്ര തന്നെ. അതിനപ്പുറം ഇത് സഹിച്ചു കൊണ്ട് നിൽക്കാൻ നിങ്ങൾ എന്തിനിത് തലവെച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പ്രസവിച്ചു, ശരി, ഒരു കുഞ്ഞ് 2 കുഞ്ഞ്, എത്രയോ സിംഗിൾ പേരൻ്റ് ഉണ്ട് നമ്മുടെ നാട്ടിൽ, എത്രയോ റോൾ മോഡൽസ് ഉണ്ട്. ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാകും. നോ പെയിൻ നോ ഗെയിൻ എന്നാണ്. അനുഭവിക്കാൻ തയ്യാറാണ്. അവിടെ ഉള്ളതിനേക്കാൾ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകും. നിങ്ങൾ സ്വസ്ഥമായി ജീവിക്കും. എതിർപ്പ് വീട്ടിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയേക്കുക. ഇവിടെ എത്രയോ ലേഡീസ് ഹോസ്റ്റലുണ്ട്, എത്രയോ വാടക വീടുകൾ കിട്ടുന്നുണ്ട്. സ്ട്രഗിൾ ഉണ്ടാകും. ഈസി ഗോ ആണെന്ന് ഞാനും പറയുന്നില്ല. മെൻ്റലി പ്രിപ്പയർഡ് ആവുക, അവിടുന്ന് പുറത്തേക്ക് വരിക. ആ ഒരു എന്താ പറയുക, ഒരു സേഫ്റ്റി കമ്പാർട്ട്മെൻറ്റിൽ കയറി നിന്നിട്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം വരുന്നത്. ഫേസ് ചെയ്യാൻ തയ്യാറാകാതെ നിങ്ങൾ ആ 1 day ടൈം അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തെ വേദന സഹിക്കാൻ തയ്യാറാവുന്ന നിങ്ങൾ, അത്രത്തോളം ധൈര്യം വേണ്ട ജീവിക്കാനെന്നാണ് പറയുന്നത്. ധൈര്യമായിട്ട് പുറത്തേക്ക് വരിക. പലതും പല കോലുകളും പറയും. ഹൂ കേസ്, ഹൂ ബോദേഴ്സ്? നിങ്ങളാണ് എൻഡ് ഓഫ് ദ ഡേ ജീവിക്കുന്നത്. എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇവിടെ ജീവിക്കാൻ, എന്തെല്ലാം മാർഗങ്ങളുണ്ട്.
ഈ കുട്ടീനെ അമ്മയും അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആ കുട്ടീനെ ഏതെങ്കിലും ബോർഡിങ്ങിലാക്കിക്കൂടെ? എവിടെയെങ്കിലും ജോലിക്ക് പോയി നിന്നൂടെ? അന്തസ്സായിട്ട് നോക്കിക്കൂടെ? വരി ഉടച്ച് വിട്ടുകൊടുക്കണം. അടിക്കാൻ വരുന്നവന്റെ സാധനം പിടിച്ച് ഒട്ടച്ചങ്ങ് വിട്ടുകൊടുക്കണം. അതിന്റെ കുത്തിക്കഴപ്പല്ല കാണിക്കുന്നത്. സ്ട്രോങ് ആവുക. പെൺകുട്ടിയാണ് പറക്കുന്നതെങ്കിൽ പൊട്ടുവെച്ച് മാലയിട്ട് കമ്മല് കുത്തി കുണുക്കി ഒരുക്കി അടക്കത്തോടെ ഒതുക്കത്തോടെ അഭിമാനത്തോടു കൂടി വളർത്തണം. കാരോട്ട പഠിപ്പിക്കാൻ വിടണം. പെൺപിള്ളേരെ അടിച്ചാ തിരിച്ചടിക്കണം. അല്ലാതെ അയ്യോ ഞാൻ അടിക്കേണ്ട ആളാണ്, അടി കൊള്ളേണ്ട ആളാണ് എന്നല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മോളെ നീ വീട്ടിൽ തിരിച്ചു വന്നാൽ നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കുന്ന തൗപ്പന്റെ ചെവിക്കല്ലൊരെണ്ണം കൊടുക്കണം. എടോ കാടിയാണെങ്കിൽ മൂടി കുടിക്കണോടോ. താൻ ഒരുത്തനാണ്, ഈ തന്തിയാൻ ഒരുത്തനാണ് ആ കുട്ടിയുടെ മരണത്തിന്റെ കാരണം. ആ അമ്മച്ചി ഇരിക്കുന്നുണ്ട്. പിന്നെ അഖില കേരള എന്തോന്നാ സാധനത്തിൽ സംഘടിച്ചിട്ട് നിൽക്കുകയാണ് അമ്മ അച്ഛന്. പിന്നെ ഇന്റർവ്യൂ വരും. ഇനിയിപ്പോൾ ഇന്റർവ്യൂ ആയി, ആളുകളായി, പല ചാനലുകൾ വരും. ഫേമസ് ആയില്ലേ മകൾ കാരണം. നഷ്ടം ആ കുഞ്ഞിന് മാത്രമാണ്. അതിന് ആയുഷ്കാലം മുഴുക്ക കരയാനുള്ളൊരു വഴിയായി. പെറ്റമ്മ പോയി. പിന്നെ ഒരു കാര്യമുണ്ട്, ലാഭമുണ്ട്. ഇതുപോലൊരു അമ്മ ഉണ്ടാവുന്നതും ഇല്ലാത്തതും കണക്കാം. ഒന്നിനു മുമ്പേ കയറി തൂങ്ങിച്ചാവുന്ന അമ്മ ഉള്ളതും ഇല്ലാത്തതും കണക്കാം. പലരും പറയുന്നുണ്ട് ആ പെൺകുട്ടി സ്വയം മരിച്ചതല്ല, അവനെ കെട്ടിത്തൂക്കിയതാണ്. അപ്പോൾ അതിനുള്ള ധൈര്യമൊന്നും അങ്ങേർക്കില്ല. ധൈര്യമുള്ളവനാണെങ്കിൽ പെണ്ണിന്റെ നേരെ കയ്യോ ഒങ്ങത്തില്ല. ധൈര്യമില്ലാത്തവനും കോംപ്ലക്സ് ഉള്ളവനുമാണ് പെൺകുട്ടികളെ അടിക്കാനും ഉതയ്ക്കാനും പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, തന്നെക്കാൾ വീര്യം കുറഞ്ഞ അല്ലെങ്കിൽ തന്നെക്കാൾ ഹെൽത്തിയിൽ കുറച്ച് താഴ്ന്നു നിൽക്കുന്ന ഒരു വ്യക്തി ഒരുത്തൻ തല്ലുന്നുണ്ടെങ്കിൽ അവൻ മന്ദനാണ്, അവൻ വേറും കോഴയാണ്, വേറും ഭീരുവാണ്. അവനേക്കാൾ കായികപരമായി ആരോഗ്യമുള്ള ഒരാളെ തല്ലാൻ അവനെ കൊണ്ട് ധൈര്യം ഉണ്ടാവത്തില്ല. ഇതാകുമ്പോൾ അടി കൊണ്ട് അവിടെ കിടക്കും. അതുകൊണ്ടാണ് വീണ്ടും ഇട്ട് ചതയ്ക്കുന്ന സൈക്കോ. തിരിച്ചതേ സൈക്കോ തരം അവനെ കാണിക്കണം. നല്ല ചട്ടുകം പൊള്ളിച്ച് ആ ചന്തി വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. വാക്കൗട്ട് ചെയ്യാന്ന്. ഷാർജ പോലീസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി നിന്ന് കാര്യം പറഞ്ഞാൽ പിടിച്ച് അകത്തിട്ടേക്കും. പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നതിന് ഒരു ഇതുമില്ല. അപ്പോഴേ പറഞ്ഞു നല്ല ജോലിയുണ്ട് അത്രേ. അവൻ 2 ദിവസം ജോലിയില്ല, വീട്ടിൽ ഇരിക്കുമ്പോൾ തീരും എൻ്റെ കുത്തിക്കിടപ്പ്. കാശുള്ളതുകൊണ്ടല്ലേ കള്ളു കുടിക്കണത്. പൈസ ഇല്ലെങ്കിൽ അവൻ എവിടെ നിന്ന് കുടിക്കും? ആ കുടുംബത്തിനുമാണ് പിന്നെ അടി പറ്റിക്കേണ്ടത്. വിടരുതെന്നുള്ളതാണ്. പക്ഷെ അവിടെ നിയമത്തിൽ അവിടെ നിന്ന് പറ്റി പറഞ്ഞു വിടും. 2 രീതിയിൽ പറഞ്ഞു വിടും. ബോഡിയും വരും, ബോഡിയുടെ കൂടെ തോടിയും വരും. അത്ര തന്നെ. ഇതിങ്ങനെ കണ്ടിന്യൂസ് നടക്കും. മറ്റേത് കണ്ടില്ലായിരുന്നു? സഹോദരിയും അമ്മയും ഒക്കെ അവിടെ തന്നെയാണ്. വിദേശത്ത് പോയിട്ട് അവിടെ നിന്നുകൊണ്ട് കാണിക്കുന്ന സർക്കസുകളാണ്. അവളെ പുറത്ത് കൊണ്ടുപോകത്തില്ല. ഈ ഗൾഫിൽ ജീവിച്ചവർക്ക്, പ്രവാസികളായ പെണ്ണുങ്ങൾക്ക് ഞാൻ പറയണ മനസ്സിലാവും. ഒരു മുറിക്കകത്താണ് ഡേ നൈറ്റ് നമുക്ക് സ്പീഡാണ്, ഭയങ്കര സ്പീഡിലാണ്. ഇവിടുത്തെ കണക്കൊന്നുമില്ല. സമയം പോകുന്നത് കണ്ണടച്ച് ഉറക്കുന്നതിന് സമയം ഒന്ന് പോയി തീരും. വെള്ളിയാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരുന്നത് തന്നെ അറിയാൻ ഒക്കത്തില്ല. ആകെ ഒരു ഫ്രൈഡേ കിട്ടുക. ഒന്ന് പുറത്ത് കൊണ്ടുപോകണം. പുറത്തെന്ന് പറയാൻ എന്തെന്നാണ്? കുറേ മാർക്കറ്റും കുറേ സൂപ്പർ മാർക്കറ്റും കുറേ മാളുകൾ. അതിനപ്പുറം അവിടെ എന്തോന്ന് കാണാതിരിക്കുന്ന ഒരു കുന്തവും ഇല്ല. എവിടെ പോകാനാണ്? ബന്ധുക്കളില്ല, ഒരു കല്യാണമില്ല, ഒരു ഫംഗ്ഷൻ ഇല്ല. നാട്ടിൽ അറിയപ്പെടുന്ന എന്താണ്? ഗൾഫിലാ എൻ്റെ മോള്, എൻ്റെ ഫാമിലി അങ്ങ് ഗൾഫിലാ. ഭയങ്കര സംഭവം. എന്തോ അങ്ങ് മലമറിക്കണമെന്നാണ് വിചാരം. ഒന്നുമല്ല. അതിനേക്കാൾ സൗകര്യമായി ശുദ്ധവായു ശ്വസിച്ച് കാടിയാണെങ്കിലും, പഴങ്കഞ്ഞിയാണെങ്കിലും, അതിനേക്കാൾ കുറഞ്ഞ ഫുഡാണെങ്കിലും നാട്ടിലുള്ളതാണ് നല്ലത്. കഞ്ഞി കുടിച്ച് ജീവിച്ചാൽ നാട്ടിലാണ് അന്തസ്. ഇന്നുള്ളവർക്ക് അത് സഹിക്കാനാകത്തില്ല. ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്ത് വിറക് പറക്കിക്കൊണ്ട് വന്നാലേ കത്തിക്കാൻ പറ്റും. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാൽ പോയി വിറക് പറക്കിക്കൊണ്ടൊന്ന് ചേർത്ത് വെക്കണം. രാവിലെ ഇത് വെച്ച് കത്തിച്ചിട്ട് വേണം. മഴയും കാണണമെങ്കിൽ തീർന്ന് കത്തിച്ച് ഉണ്ടാക്കി ചാറ് ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്തിട്ട് വേണം സ്കൂളിലേക്ക് പായാനാണ്. മിക്കവാറും ദിവസം അത് എടുക്കാൻ ഒക്കാത്തത് കൊണ്ട് കാലത്തെ ഉള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ വാരി വലിച്ച് വഴങ്ങനിയെങ്കിൽ വഴങ്ങനി വാരി കുടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് ഓടും. വസതി ഇല്ലാഞ്ഞിട്ടോ സൗകര്യം ഇല്ലാഞ്ഞിട്ടോ അതുപോലെ കാണിക്കാൻ പറ്റാഞ്ഞിട്ടോ അല്ല. ആ അച്ചടക്കമുള്ളത് കൊണ്ട് ഇന്നും എല്ലാവരുടെയും കയ്യിൽ അത്യാവശ്യത്തിന് കൈത്താങ്ങിനുള്ള സ്വത്ത് സുഖങ്ങളുണ്ട്. അത് കെട്ടിയവൻ്റെ വീട്ടിലുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് തള്ളി കൊടുക്കണ്ട. പെണ്ണിനെ ബലപ്പെടുത്തുന്നത് അവൾക്ക് സ്വത്ത് കൊടുത്തിട്ടാണ്. അല്ല, സ്വത്തുള്ള വീട്ടിൽ പെണ്ണിനെ കെട്ടിക്കൊടുത്തിട്ടല്ല, അവൾക്ക് സ്വത്തുണ്ടാക്കി കൊടുക്കുക. സ്വത്തുള്ള വീട്ടിലേക്ക് കെട്ടിക്കൊടുത്ത എല്ലാ പെൺകുട്ടികൾക്കും വരുന്നത് അടിമത്തം തന്നെയാണ്. നിങ്ങളിൽ ഉയർന്നവനെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ അടിമയാവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏറ്റ ആളുകളെ ഈക്വലായിട്ട് പരിഗണിക്കപ്പെടുക. താഴ്ന്നവനെ നോക്കണ്ട, മുകളിലുള്ളവരെ നോക്കണ്ട. അത് നോക്കാനുള്ള ബോധം നിങ്ങൾക്കില്ലേ? മെച്യൂരിറ്റി ഇല്ലാത്ത പെൺകുട്ടികളെ 18 19 വയസ്സിൽ കെട്ടിച്ചു കൊടുക്കുമ്പോൾ തീരുമാനമെടുക്കാൻ പറ്റത്തില്ല. തീരുമാനം ഇനിയിപ്പോൾ അഥവാ എടുത്തു കഴിഞ്ഞാൽ അവൾ ലോക അഹങ്കാരിയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഇത്തരം ചട്ടങ്ങളും രീതികളും നീക്കി വെക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാനിത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ചെയ്ത വീഡിയോ ആണ്. പെൺകുട്ടികളെടുത്ത് എനിക്ക് ഇപ്പോഴും പറയാനുള്ള തലച്ചോറിൽ നിങ്ങൾക്ക് ആൾ താമസമില്ലേ? നിങ്ങൾ ആരുടെയും അടിമയല്ല. നിങ്ങൾ എപ്പോൾ നിങ്ങൾ 18 കഴിഞ്ഞോ, നിങ്ങൾ മെച്ചൂർഡാണ്. നിങ്ങൾക്ക് ആ സമയം തൊട്ട് നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾക്ക് വോട്ടവകാശം തരുന്നുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും 18 വയസ്സുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുവരെ നിങ്ങൾ അണ്ടറിലാണ് പേരൻസിൻ്റെ. അതിനുശേഷം നിങ്ങൾ ഫ്രീ ആണ്. പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനത്തെ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ അച്ഛനെ അമ്മയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങൾ 18 വയസ്സായ ഒരു വ്യക്തിക്ക് പിന്നെ എന്തിനാണ് ബാക്കിയുള്ളവരുടെ പെർമിഷൻ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള മാരേജിലേക്ക് ഇത്തരത്തിലുള്ളവർ തീരുമാനമെടുക്കുന്ന എന്തടിസ്ഥാനത്തിലാണ്? കല്യാണം കഴിച്ചു വിട്ട പെണ്ണ് വീട്ടിൽ വന്നാൽ കുഴപ്പം. പല സീരീസും ഞാൻ കാണാറുണ്ട്.
സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറായി നിൽക്കുന്ന പലരുടെയും സീരീസ് കാണാറുണ്ട്. അമ്മായിയമ്മ വീട്ടിൽ വരുമ്പോൾ അങ്ങനെ കാണിക്കണം, മരുമകൾ അങ്ങനെ പോകുമ്പോൾ കാണിക്കണം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പല സീരിയൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടിക്ക് യാതൊരു വ്യക്തിത്വവും പാടില്ല. നമ്മുടെ വീടിന്റെ ഒരു സിസ്റ്റത്തിനനുസരിച്ചിട്ട് അവളെ ഡെവലപ്പ് ചെയ്യണം. എന്തിനി? അവൾ എങ്ങനെയാണോ അങ്ങനെ പരിഗണിക്കുന്ന വീട്ടിൽ അവൾ സ്വർഗമായിട്ട് ജീവിക്കും. ഇനി വേറൊരു ഐഡിയ ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും എന്നുള്ളൊരു സ്ക്രൂ കയറ്റി കൊടുക്കും. അധികം സ്വാതന്ത്ര്യം കൊടുക്കല്ലേ, തല കയറിയിരുന്ന് നിരങ്ങുവേ. സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണോ വരുന്ന കുട്ടിക്ക്? അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ കൈകടത്തരുത് എന്നാണ് പറഞ്ഞു തരേണ്ടത്. ചുറ്റുമുള്ളവർ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അവരെ ഭരിക്കാനോ അവരെ അങ്ങോട്ടാക്കാനോ ഒന്നിനും പോകേണ്ട കാര്യമില്ല. എവിടെയാണ് നിങ്ങൾ അമിതമായ സ്വാതന്ത്ര്യം വിലക്കപ്പെടുന്നോ അവിടെ അത് അവർ എടുക്കും. ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്ക് അവർ പോയി ചാടും. പല അവിഹിതങ്ങളും നടക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? വീട്ടിൽ സ്വാതന്ത്ര്യമില്ല, കുടുംബത്തിൽ ആരും സപ്പോർട്ടില്ല, ഒന്നിനുമില്ല. കൊണ്ടുപോകുന്നവൻ ഇൻസൾട്ട് ചെയ്യുക. ഇപ്പൊ കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. മുമ്പ് കാലഘട്ടങ്ങളിൽ ഇതൊരു കോമഡിയായിരുന്നു. പട്ടി ഷോകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റുകൾ, മാളുകളിലൊക്കെ എത്തുമ്പോൾ ഭാര്യയുടെ നേരെ ഒരു കയറ്റം, ഇങ്ങോട്ട് പടി അങ്ങോട്ട് പടി, ചെവിക്കൽ ചെരുപ്പൂരി റോഡിലിട്ട് പറ്റിക്കണം. പബ്ലിക്കായി മറ്റൊരാളുടെ മുമ്പിൽ പാർട്ട്ണറെ ഇൻസൾട്ട് ചെയ്യുന്നത് ആണായാലും പെണ്ണായാലും ചെരുപ്പൂരി ചെവിക്കലിന് പറ്റിച്ചു കൊടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. ഒരു റെസ്പെക്റ്റും ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പും ലോകത്ത് ജയിച്ച ചരിത്രമേ ഇല്ല. റെസ്പെക്റ്റ് ആണ് ആദ്യം വേണ്ടത്, പരസ്പര ബഹുമാനം. അതൊരു വ്യക്തിയാണ് നമ്മുടെ കൂടെ, നമ്മുടെ ലൈഫിൽ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡിസിഷനിലും നമുക്കൊപ്പം നിൽക്കാൻ വന്ന വ്യക്തിയാണ്. നമ്മുടെ സുഖ ദുഃഖങ്ങളിൽ അവൾ ഉണ്ടാകും. ദുഃഖത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ യൂസ് ചെയ്യുന്നത്. സുഖങ്ങളിലും അവൻ്റെ സുഖം, അവർക്ക് സുഖം ഉണ്ടോ ഇല്ലയോ ആയോ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പെണ്ണെ കെട്ടിക്കൊണ്ടുവരിക, അവിടെ അടിമയാക്കി ഇടുക, ഇതാണ് എൻ്റെ ലൈഫ് എന്ന് വരുത്തി തീർക്കുക. കുലസ്ത്രീ പരിവേഷം കൊടുക്കുക. അണ്ടറിൽ ജീവിക്കുന്നതാണ് കുലസ്ത്രീ. അണ്ടറിൽ ജീവിക്കുന്നത് അവൻ എന്ത് പറയണോ? യെസ് റാൻ, ഈ മൂളുന്നവളെ കുലസ്ത്രീ എന്ന് പറയും. ഈ കമ്മ്യൂണിറ്റിയിലുള്ള പെൺകുട്ടികൾ ഇനിയും ഡെവലപ്പ് ആയിട്ടില്ലെങ്കിൽ കഷ്ടം എന്നല്ല പറയാനുള്ളത്. ഇനി അവിടെയുള്ള ആണുങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്, ഇത്രയും തട്ടമിട്ട പെണ്ണിന് സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ എന്ന്. ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത ഇവിടെ ഞാൻ പറയാം, കെട്ടിക്കൊടുത്താൽ അതോടെ തീരത്തില്ല. മരുമക്കത്തായത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അത്. എടുത്ത് തന്നെ ഞാൻ പറയും, അത് അങ്ങനെ തന്നെ വേണം. നമ്മുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ അങ്ങോട്ട് ഇറക്കി വിടുകയല്ല വേണ്ടത്. അവൾക്ക് വേണ്ടി ഒരു മുറി എവിടെ ഉണ്ടായിരിക്കണം. ആ മുറിയിൽ അവൾ വരും, അതാണ് സൂചന. അതങ്ങ് നമ്മൾ തെക്കോട്ടില്ലെങ്കിൽ അങ്ങ് വടക്കോട്ടുണ്ട്. വടക്കോട്ട് അറ കൊടുത്തിട്ടേ കല്യാണമുള്ളൂ. അറയുണ്ടാവും, അതായത് ഒരു മുറി ഉണ്ടാകും. കെട്ടിക്കൊടുത്ത പെണ്ണിന് വീട്ടിലൊരു മുറി ഉണ്ടാകും. എപ്പോൾ വേണമല്ലോ അവൾക്ക് വരാം. അവിടെ ഒരുക്കി ആ മുറി സ്പെഷ്യലി എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്ത ശേഷം മാത്രമേ കുട്ടിയുടെ വിവാഹം നടക്കൂ. വിവാഹത്തിന് എക്സ്പെൻസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്, അവൾക്കുള്ള മുറി ഒരുക്കുക എന്നുള്ളത്. പുതിയ വരൻ വീട്ടിലേക്ക് വരികയാണ്, അവൻ വരുമ്പോൾ അവൻ്റെ വീട്ടിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ മുറിക്കകത്തുണ്ടെങ്കിൽ അവൻ എങ്ങും വിട്ടിട്ട് പോകത്തില്ല എന്നുള്ള കൺസെപ്റ്റാണ്. അത് മാത്രമല്ല മകൾ വീട്ടിൽ തന്നെയുണ്ട്, സേഫാണ്. എല്ലാ വീട്ടിലെ പെൺമക്കൾക്കും അത് തന്നെയാണ് കൊടുക്കേണ്ടത്. അല്ലാതെ കെട്ടി അങ്ങ് ഇറക്കി വിട്ട് നിനക്ക് കെട്ടിച്ചു വിട്ടു നീ ഇനി വീട്ടിൽ വരരുത്. ഇതിനെക്കാട്ടി ക്ലാസ് കോമഡി എന്ന നാട്ടുകാരാണ്. ഇങ്ങോട്ട് വന്ന ഉടനെ എപ്പോൾ വന്ന് സുഖം തന്നെ, ഓ സുഖം തന്നെ. അവിടെ എല്ലാവർക്കും സുഖം തന്നെ, ഓ സുഖം തന്നെ. എപ്പാ പോണ്? നീ ഇപ്പൊ പോയില്ലെന്ന് വെച്ചോ, 2 ദിവസം കൂടുതലെന്ന് വെച്ചോ, ഉടനെ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാ, അടിച്ച് പിരിഞ്ഞാ? ഓ ഇതൊക്കെ ചോദിക്കുന്നവരുടെ തൊലികെട്ടിയുണ്ടല്ലോ, ഒന്നും പറയാറില്ല. അപ്പൊ ഇനി ഇത് ആവർത്തിക്കപ്പെടും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ഈ വിദേശത്തേക്ക് പോകുന്നത് ഒരു ക്രെഡിറ്റ് ആയിട്ട്, ക്രെഡിബിലിറ്റി ആയിട്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ചേർന്ന് നമ്മുടെ ഉണ്ട്. അവിടെ ജീവിച്ചവർ വന്ന് ഓപ്പൺ ചെയ്യുക, അവിടുത്തെ ജീവിത രീതി പറയാം. എടോ ഒരു റൂമേ ഉണ്ടാവുള്ളൂ, ഒരു കൊച്ചു കുടിസ് മുറിയായിരിക്കും മിക്കവാറും ഫാമിലികൾ ഉപയോഗിക്കുക. അതിന് തന്നെ 50,000 60,000 ഇവിടുത്തെ വാടക കൊടുക്കണം. 50,000 60,000 രൂപ വാടക തന്നെ കൊടുക്കണം. നമുക്ക് കിട്ടുക തന്നെ ശമ്പളം 50,000 60,000 ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക ശമ്പളം. ആ ശമ്പളം മുഴുക്ക വാടകയ്ക്ക് കൊടുക്കും. പിന്നെ അതിനകത്ത് ഫുഡ് എക്സ്പെൻസ്, ബാക്കിയുള്ള എക്സ്പെൻസ്, അവിടെ കുട്ടികളെ പഠിക്കും. മിക്ക കുടുംബങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, വില്ലകളിൽ ഒരു മുറിക്കകത്ത് അവർ കുടുംബത്തിന്. നാട്ടിൽ ഈ 2 കുട്ടികളോ ഭാര്യയും ഭർത്താവും കൂടെ ഒരു മുറിക്കകത്താണ്. നാട്ടിൽ അറിയപ്പെടുന്നത് എന്താ? എൻ്റെ മോനും മരുമോളും അങ്ങ് ഗൾഫില്ല, അവിടെ എന്തോന്നാ മാങ്ങാപ്പഴം വരിക. രാവിലെ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടില്ല, ഇങ്ങനെ പണത്തിൻ്റെ മരം നിൽക്കുന്ന പിച്ചിപ്പറക്കി അവർ ചിലവാക്കുന്ന ബാക്കി ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത്? എന്തിനാണെന്ന് ഒരു പരിധി വരെ ഒരു 5 വർഷത്തെ ടൈം പീരീഡ് എടുക്കുക. അതിനകത്ത് നിന്നുകൊണ്ട് സമ്പാദിച്ചിട്ട് നാട്ടിലേക്ക് കയറി വരിക. ഈ നാട് എത്ര സുന്ദരമാണ്, നിങ്ങളെ എത്ര മാമായിട്ട് വെൽക്കം ചെയ്യുന്നു. പിന്നെ നിങ്ങൾ പറയും ഇവിടെ ജീവിക്കാൻ സാഹചര്യം, അതെന്ത് നിങ്ങളുടെ പൂർവ്വപിതാക്കൾ ഇവിടെ ജീവിച്ചിട്ടില്ലേ? അവരെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റിയിട്ടില്ലേ? നിങ്ങൾ ഇന്ന തൊഴിലേ ചെയ്യുള്ളൂ, നിങ്ങളുടെ പ്രസ്റ്റീജ് ഇന്ന തൊഴിൽ ചെയ്യാനാണ് അനുവദിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ മാറുന്നുണ്ട്. ക്ലീനിങ് കമ്പനി തുടങ്ങുന്ന മനുഷ്യരെ ഞാൻ കാണുന്നുണ്ട്. എന്താ ഗൾഫിൽ മാത്രമേ ക്ലീനിങ് കമ്പനി വർക്കൗട്ടാവും? ഇവിടെയും വർക്കൗട്ടാവും. എന്തെല്ലാം ചെയ്യാം. വേർ ദെയർ ഈസ് എ വിൽ ഓൾവേസ് ദെയർ ഈസ് എ വേ എന്നാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എന്ത് ജോബാണെങ്കിലും അതിനകത്ത് ആത്മാഭിമാന ബോധത്തോടു കൂടി അത് ചെയ്യുക എന്നുള്ളതാണ്. അവിടുത്തെ പോലെ അല്ല ഇവിടെ. ടാക്സ് കൊടുക്കുകയും ബാക്കിയുള്ളതും കണ്ടതും കടിയതും പിടിച്ചു പറിക്കലും ഒന്നുമില്ലാതെ കുറച്ച് വീട്ടിലുള്ള ജാമ്പയ്ക്ക കിട്ടി അത് കുറച്ച് മുറ്റത്ത് കൊണ്ട് വെച്ചിരുന്നാലും വിൽക്കാൻ പറ്റും. ഇനി വാടക വീട്ടിലാണെങ്കിൽ കുറച്ച് പച്ചരി വാങ്ങിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്താലും നാട്ടുകാർ വാങ്ങി നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ചിന്തിച്ച് തിരുത്തി മാറാൻ ശ്രദ്ധിക്കുക.
നാട്ടുകാരെ കാണിക്കാനായിട്ട് വസ്ത്രം ധരിക്കുകയും നാട്ടുകാരെ കാണിക്കാനായിട്ട് ഈ ജുവൽസ് ഇടുകയും ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ കംഫർട്ടിന്, നിങ്ങളുടെ കോൺഫിഡൻസിന് നിങ്ങൾ വസ്ത്രം ധരിക്കുകയും ജുവൽസ് ധരിക്കുകയും ചെയ്യുന്നിടത്ത് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. നിങ്ങൾ മാല ഇടുന്നത് മറ്റുള്ളവരെ കാണിക്കാനാണെങ്കിൽ തീർന്നു. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരാൻ വേണ്ടിയിട്ടാണ്, കാണാൻ ചന്തണ്ടാവും എന്നൊരു കോൺഫിഡൻറ്റ് ലെവൽ ഉയർത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് നിങ്ങളെ സക്സസ്സിലേക്ക് കൊണ്ടുപോകും. മറ്റത് നിങ്ങളെ ഏറ്റവും വലിയ മോശമായ അവസ്ഥയിലുള്ള തോൽവിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് പറയുന്നത്. ഇത് ചിന്തിക്കാനുള്ള കാര്യമുണ്ട്, വേണമെങ്കിൽ ചിന്തിക്കുക, ഒരു നിർബന്ധമില്ല. എനിക്കിതൊന്നും സോഫ്റ്റായിട്ട് പറയാനേ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് ആ കുട്ടി ഒരു സിമ്പതിയില്ല. അതുല്യ അർഹിക്കുന്ന മരണമാണ് അതുല്യക്ക് കിട്ടിയത്. എന്തിനാണ് ഇങ്ങനെയുള്ളതൊക്കെ ജീവിച്ചിട്ട് അവൻ്റെ ഇടിയതാന്നിയാണ് അവള് കുട്ടീനെ നാട്ടിലാക്കിയിട്ട് പോയിരിക്കുന്നത്. കുട്ടിക്ക് പോകാൻ താല്പര്യമില്ല. ആ മകളാണ് കറക്റ്റ് ഡിസിഷൻ എടുത്തത്. പോകാൻ താല്പര്യമില്ല. നിന്റെയൊക്കെ കൂടെ ജീവിക്കുന്നതിലും ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനാണ് അത് തീരുമാനിച്ചോ. അപ്പോൾ അത് കറക്റ്റാ. എന്ന് ഇടിക്കാൻ വരുന്ന തന്ത, ഇടി കൊണ്ട് ഇടിതാങ്ങിയായിട്ട് കിടക്കുന്ന അമ്മ, അത് കണ്ടു വളരുന്ന മകൾക്ക് എത്രത്തോളം ഇതുണ്ടാകും? ഫ്യൂച്ചറിൽ അവൾ എന്താകും? ആണുങ്ങളെ മൊത്തം അവൾ വെറുക്കും. മൊത്തം ആൺ വിരോധിയായിട്ട് ആ കുഞ്ഞ് വളർന്നു വരും. അങ്ങനെയാണോ വേണ്ടത്? എല്ലാ ആണുങ്ങളും അങ്ങനെയാണോ? എത്രയോ പേര് ഉള്ളം കയ്യിൽ കൊണ്ടു കിടക്കുന്നുണ്ട്. മനുഷ്യനെ ഉപദ്രവിക്കുന്നവരെ ഒരു കാരണവശാലും ലൈഫിൽ വെച്ചേക്കരുത്. നിങ്ങളെ ഡെയിലി ഒരാളെടുത്തിട്ട് അടിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഉണ്ടായിരിക്കും. ഇന്നെ കൊണ്ടൊന്നത് ടോളറേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അടിച്ച തിരിച്ചടിക്കണം, അത്രയേ ഉള്ളൂ. കൈവാക്കിന് നല്ല വില പൊട്ടിക്കണം. പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കരോട്ടയാണെന്നാണ് എനിക്കിപ്പോഴും പറയുന്നത്. പറ്റുമെങ്കിൽ കളരിയും കൂടെ പഠിക്കുക, ഒരു വാളും കൂടെ കൊടുത്തു വിടുക, സുണ്ണി വെട്ടിക്കൊണ്ടുവരണം. ഇമാതിരി കുത്തിക്കഴപ്പ് കാണിക്കാൻ അവന് ഉപയോഗിക്കാനുള്ള മെറ്റീരിയലിനെ അങ്ങോട്ട് കൊടുത്തതെന്നുള്ള ബോധം തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടാകും. ഈ തന്തയ്ക്കും തള്ളയ്ക്കും എതിരെയാണ് കേസ് എടുക്കേണ്ടത്. ഈ തന്തയും തള്ളയാണ് യഥാർത്ഥ ക്രിമിനൽസ്. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ഇല്ലെങ്കിൽ ഷെയർ ചെയ്തില്ലൊന്നുമില്ല, വെറുതിട്ട് പാടില്ല കാലത്തെ.